സോ ഇന്ന് നമ്മൾ പർത്തിൽ സിറ്റിയുടെ ഭാഗത്താണ് വന്നിട്ടുള്ളത്. അതിൻ്റെ പുറകിലുള്ള വ്യൂ കണ്ടില്ല, അടിപൊളി സീനാണ്. എന്നിട്ട് അവിടെയാണ് സിറ്റി, അവിടെ ഒരു മാർക്കറ്റ് ഉണ്ട്, അവിടെ ബെൽ ടവർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമുണ്ട്. ഇവിടെ സിറ്റിയുടെ ഒരു നടുക്കായിട്ട് എപ്പോഴും ഇങ്ങനെ മണി അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബെൽ ടവർ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഇതാണ്. അപ്പം അതിൻ്റെ അകത്ത് അതിൻ്റെ അകത്തല്ല, അതിൻ്റെ എൻട്രൻസിൻ്റെ ഫ്രണ്ടിലൊരു ഇച്ചിരി സ്പേസ് ഉണ്ട്. അപ്പോൾ എല്ലാ സൺഡേ അവിടെ ഒരു ഇങ്ങനെ മാർക്കറ്റ് പോലെ ചെറിയൊരു സംഭവം ഇങ്ങനെ നടത്തുന്നുണ്ട് അവർ. അപ്പോൾ ഇന്നത്തെ പ്ലാൻ അങ്ങോട്ട് പോകാനായിട്ടാണ്. അപ്പം അളിയനും ഞാനും ചേച്ചിയും പിന്നെ കൊച്ചും, ഞങ്ങൾ 4 പേരും ഉണ്ട്. അളിയനിപ്പം ജസ്റ്റ് ഇവിടെ അളിയനിൽ നിന്ന് ബ്രിസ്ബെയിനിൽ പോകണമായിരുന്നു ഓഫീസിൻ്റെ ഒരു ഇത് കാരണം. പിന്നെ അളിയൻ ഞങ്ങളിവിടെ ഡ്രോപ്പ് ചെയ്തു. അളിയൻ ഇവിടെ നിന്ന് ക്യാബ് ബുക്ക് ചെയ്തിട്ട് എയർപോർട്ടിലോട്ട് പോയിട്ടുണ്ട്. ഞാനും ചേച്ചിയും കൊച്ചും ഇപ്പം അങ്ങോട്ടേക്ക് പോവാണ്. ചേച്ചിയും കൊച്ചും ഇപ്പം ഇവിടെ ഇങ്ങനെ വെള്ളത്തിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നു കൊച്ച്. ഗുഡ് ബോയ്. വിരൽ കൊടുക്ക്. പുറകിൽ നിന്ന് ആരും ഓടി വരും കേട്ടോ. കിശുട്ടാ എന്നടാ എന്തുവാടാ നീ ചെയ്യണേ? കിഷിന്റെ പേരെന്താ? ക്രിസ് പറഞ്ഞേ, പേരെന്താ? അവൻ കേറാൻ നോക്കുക. കേറട്ടെ. ഗുഡ് ബോയ്. എഴുന്നേറ്റോ? എഴുന്നേച്ചോ. അവൻ പറയാം നോക്കി നിൽക്കാണ്ട് പിടിക്കടാ. പാർക്കിംഗ് ആ സൈഡിലായിരുന്നു, അല്ല ഈ സൈഡിൽ. തിരിച്ചു പോവാണോ പാർക്കിങ്ങിലോട്ട്? ഇവിടെ ഈ പുറകിൽ തണലുണ്ട്, പുറകിൽ അവിടെ ഇരിക്കുന്ന സ്ഥലമുണ്ട്. ഗിഫ്റ്റി, ഈ പുറകിലത്തെ ഈ സ്ഥലം എന്തുവാ? ഓ ഇതാണോ ബെൽ ടവർ? ഓക്കെ. സോ ഗൈസ്, ഇതാണ് പർത്തിലെ ബെൽ ടവർ. നിങ്ങൾക്ക് ഇതിൻ്റെ ബെല്ലിൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റുമല്ലോ എന്നുള്ള അറിഞ്ഞൂടാ. പക്ഷെ നമുക്ക് അകത്ത് പോകാം. അകത്ത് നമ്മുടെ ഈ ഫസ്റ്റ് ഏറ്റവും ടോപ്പിൽ ഈ റിങ് കാണുന്നില്ലേ, ഈ റിങ്ങിൻ്റെ താഴത്തെ ലെവൽ വരെ ആണെന്ന് എനിക്ക് തോന്നുന്നത് പോകാൻ പറ്റാവുന്നത്. ഇതിനകത്തൊരു ലിഫ്റ്റും ഉണ്ട്, സ്റ്റെയർസും ഉണ്ട്. യെസ്. ഇന്നിവിടെ പിന്നെ എന്തോ ഒരു പരിപാടി ഉണ്ട്, എല്ലാ ഞായറാഴ്ച ഇവിടെ ഒരു മാർക്കറ്റ് ഉള്ളതാണ്. ഇച്ചിരി വെയിലുണ്ട്. അളിയനും ചേച്ചിയുടെയും കൊച്ചിൻ്റെ കൂടെ വന്നതാണ്. അളിയന് ഇന്ന് ഓഫീസിൻ്റെ ഒരു ഇതിന് വേണ്ടിയിട്ട് ബ്രിസ്ബെയിനിൽ പോകണമായിരുന്നു. അപ്പോൾ ഇപ്പം ജസ്റ്റ് ഇവിടെ ഞങ്ങൾ ഡ്രോപ്പ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ചേട്ടൻ ഇവിടുന്ന് ഞങ്ങളുടെ കൂടെ ഇച്ചിരി നേരം ഉണ്ടായിരുന്നു. ക്യാബൊക്കെ പിന്നെ ചേട്ടൻ ബുക്ക് ചെയ്തിട്ട് ചേട്ടൻ പോയി. അപ്പം ഞാനും ചേച്ചിയും കൊച്ചും ഇവിടെ ഇങ്ങനെ ചുമ്മാ ഈ മാർക്കറ്റിൽ ഇവിടെ ഒരു മാർക്കറ്റുണ്ട് ഈ ബെൽ ടവറുടെ ബാക്കിലായിട്ട്. മീൻസ് എൻട്രൻസ് ഇതാണ് ബെൽ ടവറുടെ എൻട്രൻസ് ഇവിടെ. അപ്പം അവിടുന്ന്
ഇവിടെ ഒരു ചെറിയൊരു മാർക്കറ്റൊക്കെ പോലെ നല്ല ആംബിയൻസ് ആയിട്ടുള്ളൊരു സംഭവമുണ്ട്. എന്നാ ഇത് ഏതായിരുന്നു? ഞങ്ങളുടെ ഒരു ഫോട്ടോ എടുക്കണം. ജ്യൂസ് കുടിച്ചു വേണോ? ഗുഡ് ബോയ് ആട്ടോ. You don't have to be alone. You don't have to be alone right here. Right here, right here. This is something we can fight. You just need a ride or die. You need somebody by your side. Yeah, baby, look no further. It's right here. You just need a ride or die. You need somebody by your side. Yeah, baby, look no further. It's right here, right here, right here, right here, right You don't have to be alone. You don't have to be alone. Right here, right here, right here, right here. It's right here, 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 right here. അളിയനോട് പറയടി, ഇങ്ങനെ ഒരു ക്യാമറയും കൊണ്ട് എന്തുവാ വീഡിയോ എടുത്ത് യൂട്യൂബിലൊക്കെ ഇടാനായിട്ട്. നിങ്ങളെല്ലാം വീക്കെൻഡ് ഇങ്ങനെ കറങ്ങാൻ പോവാറില്ലേ? അപ്പോൾ അതിൻ്റെ ഇങ്ങനെ ഇട്ടിട്ട് എന്തുവാ ഒരു യൂട്യൂബ് ചാനലിനകത്ത് നിങ്ങളുടെ എന്തുവാ വെഡിങ് ഇൻവിറ്റേഷൻ യൂട്യൂബ് ചാനലിലുണ്ടല്ലോ അളിയൻ്റെ. പിന്നെ കാണിക്കട്ടെ ഞാൻ. വേണ്ട, മേടിക്കണോ? ഏത് കടയിൽ? വേണ്ട, ആൾക്കാർ ഉണ്ടായിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു. അവളുടെ ഇങ്ങനെ വീഡിയോ ഞാനിങ്ങനെ എടുത്തോണ്ട് നടന്നേനെ. അവളുടെ ഒപ്പം അവളുണ്ടെങ്കിൽ പിന്നെ അവളുടെ കൂടെ അല്ലേ ഞാൻ കറങ്ങാൻ പോണേ. അത് ഫാമിലി ട്രിപ്പ് ആയല്ലോ അന്നേരം. ആണോ? ഓ, അപ്പൊ നീ വന്നിരുമ്പോ ഞങ്ങളുടെ കൂടെ വരാനേ ഇരുന്നല്ല? അല്ല, ഞാനും ആൾക്കും ഫാമിലി ട്രിപ്പിലല്ല ഇങ്ങനെ കൂടുന്നേ. ഞങ്ങളുടെ ഹണിമൂൺ പീരീഡ് അല്ല അന്നേരം അത്. പിന്നെ നിങ്ങളുടെ ഒരു ഹണിമൂൺ എല്ലാവരുടെ അങ്ങനെ എടുക്കാതെ ഞാൻ നമ്മുടെ എടുക്കണത്, നീ ഞാനും. പറയാം. ഇപ്പം ഞാനിവിടെ വന്നിരിക്കുന്നത് ഓസ്ട്രേലിയയിൽ നമ്മുടെ പെർത്തിൽ കിങ്സ് പാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാർക്കാണ്. അപ്പോൾ ഇവിടെ ഇതൊരു മെമ്മോറിയൽ
ഇതുപോലെ ഒരു സംഭവമുണ്ട് ഇവിടെ. ഇവിടെ ആൾക്കാരിങ്ങനെ വരും, ഫോട്ടോസൊക്കെ എടുക്കും. ഇവിടെ ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ അങ്ങനെ വന്ന് ഫോട്ടോസൊക്കെ എടുത്തുള്ള പരിപാടിയൊക്കെയാണ്. പക്ഷേ ഇത് ഇവിടെ ഇങ്ങനെ വലിയൊരു പാർക്കാണ് പറയണത്. ഏക്കർ കണക്കിനുള്ള പാർക്കാണ്, എനിക്കറിയുന്നൂടാ. അങ്ങനെ ഇവിടെ ഇങ്ങനെ ഒരു ഇറ്റർണൽ ഫയർ പോലത്തെ ഒരു സംഭവമൊക്കെ ഉണ്ട്. ഇവിടെ എപ്പോഴും ഇങ്ങനെ ഒരു ഫയർ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കണതാണ്. ആൾക്കാർക്ക് ഇവിടെ വരാം, ഫോട്ടോസൊക്കെ എടുക്കാം. ഫ്ലെയിം കാണുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള അറിഞ്ഞൂടാ. ബട്ട് ഓക്കെ, ഇവിടുന്ന് വലിയ സിറ്റി വ്യൂ ഒക്കെ കാണാൻ പറ്റും. സിറ്റി വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പുറകിൽ ഇതിൻ്റെ ഫുള്ള് ഇതാണ് സിറ്റി. ഇങ്ങനെ ഒരു ലെസ്റ്റ് വി ഫൊഗെറ്റ് സ്വോഡൊക്കെ ഉള്ള. അത് ഞാൻ ദൂരെ നിന്ന് നോക്കിയപ്പോൾ ആദ്യം അതിലൊരു കുരിശു പോലെ, പക്ഷെ നോക്കുമ്പോൾ അതൊരു സ്വോഡാണ്. ഇതാണ് ഇവിടുത്തെ പെർത്തിലെ സിറ്റി. അപ്പോൾ പുറകിൽ നോക്കുമ്പോൾ എൻ്റെ നല്ലൊരു വ്യൂ ആണ്. ഇവിടെ ഇങ്ങനെ കാണുമ്പോൾ എല്ലാവരും പറയും പെർത്തിലൊന്നും ഇല്ലെന്നും പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ പെർത്ത് നമ്മുടെ ഇങ്ങനെ ഡെവലപ്പായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റിയാണ്. ഇപ്പം സിഡ്നി, മെൽബൺ ഇവിടുത്തെ പോലെയൊക്കെ തന്നെ നമ്മുടെ ബ്രിസ്ബെയിന് ഇവിടുത്തെ പോലെയൊക്കെ തന്നെ നമ്മുടെ പെർത്തും ഡെവലപ്പായി വരുവാണ്. ഇനി ചേച്ചിയും കൊച്ചും അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പം അങ്ങോട്ട് പോകണം. ചുമ്മാ ഒരു ഇതിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ചേച്ചി ഇന്ന് ഓഫ് എടുത്തേക്കുക. അപ്പം ഇപ്പോൾ സമയം 12:30. സിറ്റിയുടെ നല്ല വ്യൂ ഉണ്ട് ഇവിടെ നിന്നൊക്കെ കാണുകയാണെങ്കിൽ. കുറേ ബേർഡ്സ്. ഞങ്ങളിങ്ങനെ വന്ന സമയത്ത് എൻട്രൻസിൻ്റെ അവിടെ ഇങ്ങനെ കുറേ രണ്ട് സൈഡിലും ട്രീസൊക്കെ ആയിട്ട് ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ഒരു എൻട്രി ഉണ്ടായിരുന്നു. ഇനിയിപ്പം ഇറങ്ങണ ടൈം ഞാൻ അത് ആക്ച്വലി റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു, ഞാൻ മറന്നുപോയി. പക്ഷേ ഇനി ഇറങ്ങണ സമയത്ത് നോക്കട്ടെ, അതുവഴി ഇറങ്ങുവാണെങ്കിൽ അതൊന്നും എടുക്കാം. ഇവിടെ ഇങ്ങനെ ആൾക്കാർ വരും, വണ്ടിയൊക്കെ ഫ്രീ പാർക്കിംഗ് ആണ്, പേ ഒന്നും ചെയ്യണ്ട. അത് കഴിഞ്ഞിട്ട് ഇവിടെ കുറേ ആൾക്കാരിങ്ങനെ വന്ന് പിക്നിക്ക് പോലെ അവരുടെ ഷീറ്റൊക്കെ കൊണ്ടുവന്ന് നല്ലോണം വിരിച്ച് ഇരിക്കും. പിള്ളേരൊക്കെ കാണും, കളിക്കും. അതൊക്കെയാണ് പരിപാടി. ഇന്ന് ഇച്ചിരി ചൂടുണ്ട്, 30 ഡിഗ്രി. ബട്ട് കുഴപ്പമില്ല, നല്ലൊരു വെതറാണ്. അധികം സ്ട്രോങ് ആയിട്ടുള്ള വെയിലും അല്ല, ഹ്യൂമിഡിറ്റി ഒന്നും ഇല്ല. അങ്ങനെ കൊച്ചി ഇവിടെ ഇരുന്ന് കളിച്ചോണ്ടിരിക്കണേ. ചേട്ടായി വിളിക്കുന്നുണ്ട്, ഞാൻ പിന്നെ വിളിക്കാം. ഓക്കെ. ഞാനിപ്പോ വിളിക്കാൻ വരുന്നേ ഉണ്ടായിരുന്നു. ഇന്നടാ ബാ ദേ ഇങ്ങനെ അവിടെ ഇരുന്ന് അമ്മയുടെ അടുത്ത് ഇരുന്നേ. ഞങ്ങളിവിടെ അമ്മയുടെ മടിയിലിരിക്കുക. അവിടെ തന്നെ ഒന്നും ഇല്ലായിരുന്നു, ചുമ്മാ 5-8 സ്റ്റോളും. ഇവന് നോക്കണം കേട്ടോ. ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഈ ടീഷർട്ട് പോലത്തെ എന്തെങ്കിലും ഒക്കെ, പിന്നെ എന്തുവാ കുറെ കാട്ടിന്ന് പറിച്ചുകൊണ്ട് പോലെ കല്ല് വെച്ച്. ആ ടീഷർട്ട് ഒരെണ്ണത്തിന് എത്ര രൂപയാണെന്നറിയോ? $80. ആ, അവിടെ ടീഷർട്ടിനൊക്കെ $80 ഒരെണ്ണത്തിന്.
നീ ഇവനെ നോക്കട്ടോ. അവിടുന്ന് ഞങ്ങളുടെ ഇവിടെ ഒരു ഇങ്ങനെ ഒരു പോഡിയം പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്, നമുക്ക് ഇങ്ങനെ വന്ന് നോക്കാനൊക്കെ ആയിട്ട് ആൾക്കാർക്ക് about the artwork. Are you really mine, or was it just a dream? Are you good for me? Way too good. കായ മഞ്ജു. Everything I need. Are you good for me? Would you be there? Would you be there, baby? Would you be there? Would you be there, baby? Would you be there? Would you be there? Would you be there, baby? Would you be there? Would you be there? Would you be there, baby? Would you be there? Would you be there? Would you be there, baby? Would you be there? Are you really mine, or was it ഇപ്പം ഞാൻ റീസെൻ്റ്ലി മൈക്ക് ചേഞ്ച് ചെയ്തായിരുന്നു. ഇതിന് മുമ്പ് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഹോളി ലാൻഡിൻ്റെ ലാർക്ക് M2 അതായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം ഞാൻ ഈയിടെ ലാസ്റ്റ് ഇയറാണ് ചേഞ്ച് ചെയ്തത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് വലിയ പ്രത്യേകിച്ച് ഇങ്ങനെ വ്ളോഗൊന്നും എടുത്തില്ലായിരുന്നു. ബട്ട് ഇപ്പം DJIയുടെ തന്നെ മൈക്ക് മിനിയാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അത് ലാർക്ക് M2 ഇപ്പോഴും എൻ്റെ അടുത്തുണ്ട്. അതിപ്പം എപ്പോഴും ഇതിലോട്ട് കണക്ട് ചെയ്യുമ്പോൾ ആ റിസീവർ കുത്തി വെക്കണം. അത് കാരണം പിന്നെ ഞാൻ ഓർത്തത് കൂടെ വേറെ ഒരാളെങ്കിലും ഉണ്ട്, ഇങ്ങനെ നമ്മൾ സംസാരിച്ചൊക്കെ പോവുകയാണെങ്കിൽ അന്നേരം യൂസ് ചെയ്യാം. ഇത് സിംഗിളായിട്ടുള്ളൊരു മൈക്ക് മേടിച്ചായിരുന്നു ഞാൻ DJIയുടെ. ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് ഉള്ളെങ്കിൽ പിന്നെ അതും എടുത്തുകൊണ്ട് നടക്കണ്ട. ഇത് ഡയറക്റ്റ് കണക്റ്റ് ആവും, നമുക്ക് റിസീവർ വെക്കേണ്ട ആവശ്യം വരത്തില്ല. അപ്പം ഇതിൻ്റെ അകത്ത് കൂടി ഓഡിയോ ഒക്കെ എങ്ങനെ ഉണ്ടെന്ന് പറയാം. അപ്പാർട്ട് ഫ്രം ദാറ്റ് നമുക്ക് ഇവിടെ സിറ്റിയുടെ ഇത് കാണാം. Are you good for me? Way too good to be. Everything I need. Are you good for me? Would you be there? Would you be there, baby? Would you be there? Would you be there, baby? ഇതാരാ? കൊച്ചോടെ വന്നിട്ടുണ്ട്. ഇതാരാ? ഇവിടെ പിന്നെ ഇവിടെ ഒരു ബൈനക്കുലറുടെ സെറ്റപ്പ് ഒക്കെ ഉണ്ട്. നമുക്ക് എനിക്കൊന്ന് പേയ്മെൻറ്റ് ചെയ്യണം. $3 പേയ്മെൻറ്റ് ചെയ്തിട്ട് ഇതുവഴി ഇങ്ങനെ നോക്കാൻ പറ്റും സിറ്റിയിലോട്ട് എന്താണെന്നൊക്കെ, എന്തൊക്കെ കാണാം. എവിടെ ആണ്ടേ അത് വേണ്ട, അത് വേണ്ട, അത് എടുക്കാം. അതവിടെ വെച്ച്. എന്നാ ശരി, ഓക്കെ. അത് ഗിഫ്റ്റോടെ ക്യാമറയാ. അതാ ഇങ്ങനെ കുഞ്ഞിതാക്കാൻ പറ്റും. കുഞ്ഞിതല്ല വലുതാക്കാൻ പറ്റും. എന്നാ ശരി, ഓക്കെ, ബൈ ബൈ. ഞാൻ നോക്കട്ടെ ഇവനെ. ഇതെന്താ ക്രിസ്? ദേ കിഷ്, ദേ എയ്റോപ്ലെയിൻ, എയ്റോപ്ലെയിൻ. എന്നാ ശരി, ഓക്കെ. Service charge applies 50 cents. Present card within 30 seconds. എന്ത്? Payment approved. Thank you. ആണ്ട നിന്റെ ആ സാധനം വീണടാ, അത് പൊട്ടിപ്പോയല്ലേ. നീ ഒന്ന് എന്തേലും വീണോ അതിന്റെ? ഇത് പിടിച്ചേ. പൊട്ടിയോ? ഇല്ല ഞാൻ ഇതിൻ്റെ അകത്തിന് നോക്കണം, അത് എടുത്തേടി വീഡിയോ.
അമ്മ നോക്കട്ടെ. പോയോ? അവിടെ ഇത് ചെയ്യേ, നോക്ക്, ആ കണ്ണടുത്ത് വെച്ച് നോക്കട്ടെ, രണ്ടിലും ഇത് നോക്ക്, കാണാവോ? എടി മേളി വെക്കടി, നീ താഴെ വെച്ചിട്ടായി നോക്കിക്കൊണ്ടിരിക്കണേ. ഓ ഇങ്ങനെ നോക്കും. എന്താ വേണ്ടേ? ചോച്ചനോടി. ഇപ്പോൾ അങ്ങനെ ഞാനിവിടെ മൈക്ക് വെച്ചിട്ടുണ്ടായിരുന്നു, കാറ്റ് കാരണം അങ്ങ് താഴോട്ട് വീണ്, അതിൻ്റെ ഈ ലൈറ്റ് പുറകിലോട്ടും പോയി. കിഷേ പോണോ? വീട്ടിൽ പോട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിക്കുന്നു. കുറേ നേരം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് ജസ്റ്റ് ഫുഡൊക്കെ കഴിച്ചു. ഇനിയിപ്പം തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ കിഷേ ടാറ്റാന്ന് പറഞ്ഞേ. കിഷുട്ടാ ഇങ്ങനെ ടാറ്റാന്ന് പറഞ്ഞേ. ടാറ്റാ കൊടുത്തേ. ശരി എന്നാൽ ശരി എന്ന് പറ. ടാറ്റോടെ ടാറ്റാ. എന്നാൽ ശരി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഫോണിൽ സംസാരിക്കും, എന്നാൽ ശരി വെക്കട്ടെ അങ്ങനെ പറയുമ്പോൾ ഇവനറിയാം ഓക്കെ വയ്ക്കാൻ പോവുക, അത് കാരണം ഞങ്ങൾ അങ്ങനെ പറയണേ. അപ്പം കിഷേ ഇങ്ങനെ ചെയ്തേ, ക്യാമറയ്ക്കിട്ട് ഒറ്റ അടി കൊടുത്ത്. ഗുഡ് ബോയ്. Just stay one more night. I'll be by your side. Just stay.